നമസ്കാരം. ഡീപ്പ് വർക്ക് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 2024 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡ, ആന്ധ്രാപ്രദേശ്. പ്രതിമയുടെ ഉയരം 2206 അടി. 206 അടി. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. വിജയവാഡ, ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള BR അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര, കൊല്ലം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കുവാനായുള്ള പദ്ധതിയാണ് സംവാദ. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കാനുള്ള അവസരം നൽകുന്നത്. 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദി ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ്. അപ്പോൾ 54ാമത് വാർഷിക സമ്മേളനമാണ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. 2022 പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുരേന്ദ്രൻ നായർ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. അരുൺ രാജനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നായകൻ മമ്മൂട്ടി. 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. 2024 ജനുവരി 16 ആലപ്പുഴയിലെ 2024 ജനുവരി 16 ആലപ്പുഴയിലെ പല്ലണയാറ്റിൽ വെച്ചായിരുന്നു കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടത്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതിയിൽ നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. 74ാമത് 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി അരുണാചൽ പ്രദേശ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദിയാണ് അരുണാചൽ പ്രദേശ്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങ് കുഫ്രി ഉദയ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സംഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. PN ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ പുരസ്കാരം 53ാമത് ഓടക്കുഴൽ പുരസ്കാരം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ്, തിരുവനന്തപുരം. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം ഖത്തർ. സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നേടിയത് കണ്ണൂർ. വേദി കൊല്ലം. 2ാം സ്ഥാനം കോഴിക്കോട്. 3ാം സ്ഥാനം പാലക്കാട്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം കേരളം. 19ാമത് ചേരിചേര NAM സമ്മേളനത്തിന് വേദിയാകുന്നത് ഉഗാണ്ട. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് ചേരിചേര സമ്മേളനം നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് കടുവ റിസർവ്, മഹാരാഷ്ട്ര. പെഞ്ച് കടുവ റിസർവ്.
ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ലഡാക്ക് ഹാൻലെ. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഓപ്പറേഷൻ സർവശക്തി. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. 2023 ഫിഫയുടെ മികച്ച വനിതാ താരം ഐറ്റാന ബോൺമതി, സ്പെയിൻ. ഐറ്റാന ബോൺമതി. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതി കേര. ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഇന്ദ്രൻസ്. ഫോക് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ, രണ്ടാം സ്ഥാനത്ത് ബഹറിൻ ദിനാറും മൂന്നാം സ്ഥാനത്ത് ഒമാനി റിയാലുമാണ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം DC കണക്ട്. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി കൊച്ചി ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് പ്രസാദം, ഉജ്ജയിനി, മധ്യപ്രദേശ്. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇൻ്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദി വാഗമൺ, ഇടുക്കി. ബ്രിക്സ് ഉച്ചകോടി 2024 വേദിയാകുന്നത് റഷ്യ. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടി പാലം ഏത് രാജ്യത്തെ മാതൃകയാക്കിയുള്ളതാണ്? ചൈന. കുമാരനാശാൻ്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150. 1775 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമായാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80. പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. 2ാം സ്ഥാനത്ത് ഫിൻലാൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ. ഇന്ത്യയുടെ സ്ഥാനം 80. നെതർലാൻഡിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ നിലവിൽ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ഫിഡെ റൈറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയുടെ ചെസ് റാങ്കിങ്ങിൽ പ്രജ്ഞാനന്ദ 1ാമത് എത്തി. നെതർലാൻഡിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റ്സിലാണ് ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയത് പ്രജ്ഞാനന്ദ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. കേന്ദ്ര സർക്കാരിൻ്റെ 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്ത്, ഗുജറാത്ത്. ഇൻഡോർ, മധ്യപ്രദേശ്. തുടർച്ചയായി 7ാം തവണയാണ് ഇൻഡോർ 1ാം സ്ഥാനം നേടുന്നത്. സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. കേരളം 22ാം സ്ഥാനത്താണ്. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം 2023. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവ്. അനീഷ് ബാബു അംബാസും ബിനോയ് ജോർജും ചേർന്നാണ് പൂവ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണി ദാസൻ.
2024 2020 പുരുഷ ലോകകപ്പ് വേദി USA വെസ്റ്റ് ഇൻഡീസ്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. റോബോട്ട് എലീന. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. മലയാളിയാണ് ശ്വേത കെ സുഗതൻ. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഒന്നാമത്തേത് അമേരിക്ക, രണ്ടാമത്തെ സ്ഥാനം ചൈന. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയ. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം. സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പാണ് ഉത്സവം. K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന്? 2024 ജനുവരി 1. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. 2024 ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല കുഫോസ്. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് നാദിയ കാൽവിനോ. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ വനിതയാണ് നാദിയ കാൽവിനോ. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൾ ദേവി. ഈ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് ശീതൾ ദേവി. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൺ. 5ാമത്തെ കിരീടം പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് അനസ്താസിയ ബോഡ്നറുക്ക്. റഷ്യയുടെ അനസ്താസിയ ബോഡ്നറുക്ക്. ജപ്പാൻ്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ, ഉത്തർപ്രദേശ്. അയോധ്യ സ്റ്റേഷൻ്റെ പുതിയ പേര് അയോധ്യാധാം ജംഗ്ഷൻ. നീതി ആയോഗിൻ്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടൽ മെഡ്ടെക് മിത്ര. കേരള കർഷക തൊഴിലാളി യൂണിയനെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം VS അച്യുതാനന്ദൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം. പാലക്കാട്, കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് ഫറോക്ക്. ഏത് സംസ്ഥാനമാണ് പൊയ്ല ബൊയാക്സിക്കിനെ സംസ്ഥാന ദിനമായി പ്രഖ്യാപിച്ചത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്.